അങ്ങനെ 2019 മാർച്ച് 28 തിങ്ങി നിറഞ്ഞ ഒരു തിയേറ്ററിനുള്ളിൽ സിനിമ തുടങ്ങിയായി. ലൂസിഫർ, ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ്. ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലായി പൃഥ്വിരാജ് പണിയറിയാവുന്ന ഒരാളാണ്. അജാദി ഓപ്പണിംഗ് സീക്വൻസ് ആയിരുന്നു ഫിലിമിന്റെ. തുടർന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കുറിച്ചുള്ള വിവരണങ്ങൾക്കിടയിലൂടെയുള്ള ഒരു നോർമൽ ഇൻട്രോ. അത് കഴിഞ്ഞ് ഹൈറേഞ്ചുകാർക്ക് പുള്ളി ആരായിരുന്നു എന്ന് കാണിച്ചു തരുന്ന ടൈറ്റിൽ കാർഡും. ഇനിയാണ് തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ആ സെക്കൻഡ് ഇൻട്രോ. എൻ്റെ പൊന്നോ, കിഡിലോസ്കി ഐറ്റം. ആ സ്ലോ മോഷനിൽ നടന്നു വരുന്ന വരവും ചുറ്റുമുള്ള ആൾക്കാരും ശരിക്കും സത്യത്തിൽ ഒരു സിംഹം നടന്നു വരുന്ന ഒരു ഫീലായിരുന്നു ആ സീൻ. പിന്നീട് തിയേറ്റർ മുഴുവൻ കയ്യടിയോടെ ആഘോഷിച്ചൊരു നിമിഷം എന്ന് പറയുന്നത് സിനിമയിലെ ആദ്യത്തെ ഫൈറ്റ് സീക്വൻസ് ആണ്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന ഡയലോഗിന് ശേഷം വരുന്ന ആ നാടൻ തല്ലും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന തമിഴ് പാട്ടും. അത് തമിഴ് പാട്ടാണെന്ന് മനസ്സിലായത് ഫൈറ്റ് തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണ്. അത്രയും കയ്യടിയും ബഹളമായിരുന്നു തിയേറ്ററിൽ. അടിപൊളിയായിരുന്നു ആ സീൻ. പിന്നെ രാജപുത്രന്റെ വരവോടെ സിനിമ ഇന്റർവെൽ എത്തുകയാണ്. ടൊവിനോയുടെ വരവോടുകൂടി സിനിമയുടെ ലെവല് ഒന്നുകൂടി ഒന്ന് ഉയർന്നു. മുണ്ടുടുക്കാൻ അറിയാതെ, മലയാളം സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന ഡയലോഗ് അടിപൊളിയായിരുന്നു തിയേറ്ററിൽ. കയ്യടിയുടെ ബഹളമായിരുന്നു ടൊവിനോക്ക് ആ ഡയലോഗിലൂടെ കിട്ടി. അതുപോലെ ഇന്റർവെല്ലിന് ശേഷം വരുന്ന ജയിലിലെ 2 സീക്വൻസ്. ഒന്ന് ഫൈറ്റ് സീൻ, ബാലയായിട്ടുള്ള ഫൈറ്റ്. ലാലേട്ടന്റെ അടിപൊളി ഫൈറ്റ് ആയിരുന്നു ആ ഫിലിമിൽ. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ സായി കുമാറായിട്ടുള്ള ഒരു ഡയലോഗ്, തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. തിയേറ്ററിൽ ഇതിലൊക്കെ കൈയടിച്ച് ആവേശം കൊണ്ടതിനൊന്നും കയ്യും കണക്കുമില്ല. പിന്നെ ക്ലൈമാക്സിലെ ആ ഹിന്ദി സോങ്ങിന്റെ അകമ്പടിയോട് കൂടിയുള്ള ബ്ലാക്ക് ഡ്രസ്സിലുള്ള സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ വരവും സയ്യിദ് മസൂദിന്റെ ആക്ഷൻസും അതും കൂടിയായപ്പോൾ ക്ലൈമാക്സ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഫീലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ വരുന്നടാ മഞ്ഞുമലകൾക്കിടയിലൂടെ ഒരു റൺവേ തെളിഞ്ഞത്. അവിടെ ഒരു ഹെലികോപ്റ്റർ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും നമ്മുടെ നായകൻ ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് സയ്യിദ് മസൂദ് ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ ചെവിയോട് ചേർത്തിട്ട് അദ്ദേഹം പറയുകയാണ്, അബ്ര ഖുറേഷി അബ്ര. ആ ഒരു ടൈലന്റ് സീനോട് കൂടി കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ലൂസിഫർ എന്ന സിനിമ കണ്ടപ്പോൾ തിയേറ്ററിൽ നിന്നും കിട്ടിയത്.